ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉള്ളത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ അമൃത്സർ. നമ്മളിവിടെ വന്ന് റൂമെടുത്തു, കുളിച്ച് ഫ്രഷായി. ഇവരാണ് നമുക്ക് റൂം എടുക്കാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തന്നത്. റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളവിടെ നിന്ന് കുളിച്ച് ഫ്രഷായിട്ട് രാവിലെ നമ്മൾ ഇന്ത്യയിലെ തന്നെ അതിവിശുദ്ധവും പ്രഥമവുമായ ഗുരുദ്വാര, സിഖ് ഗുരുദ്വാര കാണാനാണ് പോകുന്നത്. സുവർണക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹർമന്ദിർ സാഹിബ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ നാമം. നമ്മൾ ഇന്ന് അത് കാണാനാണ് പോകുന്നത്. രാവിലെ അവിടെ എത്തി. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ കാല് കഴുകി കടന്നു പോകാവുന്ന പോലെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മൾ അതിലെ കടന്നു ചെല്ലുന്നത് ഒരു നടുമുറ്റം പോലെ, നടുമുറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു തടാകമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ സുവർണക്ഷേത്രം കാണുന്നത്. ഈ തടാകത്തിന് ചുറ്റും വലം വെച്ച് വേണം നമ്മൾ അങ്ങോട്ട് എത്താൻ. ഇതാണ് സുവർണക്ഷേത്രം. ഹർമന്ദിർ സാഹിബ് എന്നൊക്കെയാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ പേര് കണ്ടത്. നമ്മൾ സുവർണക്ഷേത്രം എന്നാണ്, അനൗപചാരിക പേരാണ് സുവർണക്ഷേത്രം എന്നാണ് അറിഞ്ഞത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഗേറ്റിൽ കൂടെ കടന്നു വേണം അതിൻ്റെ മുന്നിൽ കൂടെ വരാൻ. ആ മുന്നിലെല്ലാം ആൾക്കാരാണ് തിങ്ങി നിറഞ്ഞിരിക്കുക. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ശാന്തമായൊരു അന്തരീക്ഷമാണ്. ആ ഗുരുദ്വാരയ്ക്ക് നേരെ പിന്തിരിഞ്ഞ് നിന്ന് ഫോട്ടോ എടുക്കാൻ അവിടെ സെക്യൂരിറ്റികൾ കൊണ്ട് അവർ അനുവദിക്കില്ല. അത്ര പവിത്രമായിട്ടാണ് അവരത് കാണുന്നത്. നമ്മൾ അതിനെ വന്ദിക്കുന്ന രീതിയിലൊക്കെ നിന്നുള്ള ഫോട്ടോസ് എടുക്കാനേ അവരോട് അനുവദിക്കുന്നുള്ളൂ. അതിൻ്റെ മുന്നിൽ നിന്നല്ലാതെ ചുമ്മാ പോസ് ചെയ്തുള്ള ഫോട്ടോസൊന്നും അവർ സമ്മതിക്കുന്നില്ല. ഇവർ നമ്മളോട് സഹായം ചോദിച്ചാൽ അവർ ഫോട്ടോ എടുത്ത് കൊടുക്കാവുമെന്ന്. ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മളും അതിലെ വലത്ത് വെച്ച് അതിൻ്റെ ഞാൻ മുമ്പേ കാണിച്ച ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതുപോലെ തിരക്കാണ് ഇവിടെ, നല്ല തിരക്ക്. ഇവിടെയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കിടക്കുമ്പം അവിടെ എല്ലാ സൈഡിൽ നല്ല ഫാനൊക്കെ വെച്ച് നല്ല തണുപ്പ് നിലനിർത്തിയിട്ടുണ്ട്. മേൽപ്പൂരിലെല്ലാം ഇങ്ങനെ സ്വർണ്ണ കളറിലാണ്. നല്ല ലൈറ്റുകൾ. അതിൻ്റെ ഭിത്തിയൊക്കെ മാർബിളാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഭംഗിയായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറി തൊഴുത് ഇറങ്ങി വരുമ്പോൾ പുറത്ത് വളരെ സൗജന്യമായിട്ടുള്ള ഭക്ഷണ വിതരണമുണ്ട്. വളരെയധികം ആളുകൾക്കാണ് അത് നൽകുന്നത്. അവിടെ ചെല്ലുന്ന എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. അവിടെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം വാഗ ബോർഡറാണ്. വാഗ ബോർഡർ നമ്മൾ വൈകിട്ട് അവിടെ പതാക താഴ്ത്തൽ ചടങ്ങ് അത് കൂടണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. നമ്മൾ അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ്. നമ്മുടെ സുവർണക്ഷേത്രത്തിലെ വീഡിയോസ് നമുക്ക് അധികം എടുക്കാൻ സാധിച്ചില്ല. അവിടെ അവർ അതുപോലെ സ്ട്രിക്റ്റായിട്ടും പവിത്രമായിട്ടും അവർ നോക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അതിന് മാത്രം ഒത്തിരി വീഡിയോസൊന്നും അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചില്ല. അവിടെ പുറത്തിറങ്ങി വരുമ്പോൾ തൊഴുതിറങ്ങി വരുന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകാൻ വേണ്ടി അത് വളരെ സൗജന്യമായിട്ട് വളരെ സ്വാദേറിയ ഭക്ഷണം, പാൽക്കഞ്ഞി, അതോടൊപ്പം ഒരു ചപ്പാത്തി പോലത്തെ റൊട്ടി, പിന്നെ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം തരും. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റിൽ ഒരു പയ്യൻ തൊപ്പികളൊക്കെ വിൽക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. ഇതൊക്കെ ഈ വഴി പോകുന്നവരെല്ലാം ഈ വാഗ ബോർഡറിലോട്ട് ഇത് കാണാൻ വേണ്ടി പോകുന്ന ആളുകളായിരിക്കും. അവരുടെ അടുത്ത് ഇത്തരം തൊപ്പികളൊക്കെ വിൽക്കാൻ നിൽക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. നമ്മൾ നേരെ വാഗ ബോർഡറിലോട്ട് പോയി. അവിടെ എത്തുമ്പം വൈകുന്നേരത്തോടു കൂടി ഉള്ള ചടങ്ങ് കാണാനുള്ള സമയം കണക്കാക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെയും പാകിസ്ഥാൻ്റെയും ഇടയിലുള്ള ഒരേ ഒരു മുറിച്ചുകടക്കൽ പാത കടന്നു പോകുന്ന അതിർത്തി പ്രദേശമാണ് വാഗ. നമ്മുടെ ഭാരതത്തിലെ അമൃത്സറിൻ്റെയും പാകിസ്ഥാനിലെ ലാഹോറിൻ്റെയും കൂടെ ഇടയിലുള്ള വാഗ എന്നത് ഒരു ഗ്രാമമാണ്. അവിടുത്തെ ട്രങ്ക് റോഡ്, ഗ്രാൻഡ് ട്രങ്ക് റോഡിലാണ് ഇതിൻ്റെ സ്ഥാനം. നമ്മുടെ ഈ ഗേറ്റ് 1947 ഭാരതവും പാകിസ്ഥാനും സ്വതന്ത്രമായ സമയത്താണ് ഈ വാഗ ഗ്രാമത്തെ രണ്ടായിട്ട് ഭാഗിച്ചത്. ഇന്ന്
കിഴക്കൻ വാഗ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗവും പടിഞ്ഞാറൻ വാഗ പാകിസ്ഥാൻ്റെയും ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. ഞങ്ങൾ വാഗ അതിർത്തിയുടെ അടുത്ത് എത്തി. അവിടെ തന്നെ നമുക്ക് ചെല്ലുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നമ്മളവിടെ പാർക്കിങ്ങിൽ എത്തുമ്പം തന്നെ അവിടെയുള്ള ആളുകൾ വന്ന് നമുക്ക് ത്രിവർണ്ണ പതാകയുടെ പൊട്ടൊക്കെ തൊടിയിക്കും. ഞങ്ങൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ ഈ നിൽക്കുന്ന ആളുകളെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട് പട്ടാളത്തിൻ്റെ. അവരുടെ ചെക്കിങ് നമ്മുടെ ശരീരം മുഴുവൻ പരിശോധിച്ച് നമ്മളെ ഉള്ളിലോട്ട് കടത്തിവിടും. നമ്മൾ ആദ്യം പാർക്കിങ്ങിൽ ചെല്ലുമ്പോൾ തന്നെ ഈ ആളുകളുടെ കവിളുകളിലൊക്കെ കാണാം ഇങ്ങനെ കുങ്കുമം കൊണ്ട് അവരിങ്ങനെ ത്രിവർണ്ണ പതാകയൊക്കെ വരച്ച് തരുന്നുണ്ട്. അതിനൊക്കെ പൈസ മേടിക്കും കേട്ടോ. അവിടുന്ന് ഞങ്ങൾ അകത്തോട്ട് കയറി ഈ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളെ അവിടെ പരിശോധന കഴിഞ്ഞ് നമ്മളെ ഉള്ളിലോട്ട് കടത്തിവിടും. നമ്മുടെ ശരീരമൊക്കെ പരിശോധിച്ച് നമ്മളെ അവരുടെ നോർമൽ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഉള്ളിലോട്ട് കടത്തിവിട്ടു. ഉള്ളിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഒത്തിരി അവിടുത്തെ വാഹനങ്ങൾ, പട്ടാളക്കാരുടെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ത്രിവർണ്ണ പതാക വളരെ ഉയരത്തിൽ ഉണ്ട്. അതിൻ്റെ ചുവട്ടിലായിട്ട് നമ്മുടെ അശോക സ്തംഭത്തിൻ്റെ ഒരു ഇതുണ്ട്. ഇതാണ് ഗ്യാലറിയുടെ ഉള്ളിലോട്ട് കടക്കാനുള്ള മെയിൻ പാത. നമ്മൾ ഗ്യാലറിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വരുമ്പോൾ ഒരു ഓഫീസർ, ശരിക്കും അദ്ദേഹത്തിൻ്റെ മീശയാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മീശ കണ്ടപ്പോൾ നമ്മുടെ ഇന്ത്യ പാക് സംഘർഷത്തിനിടയ്ക്ക് നമ്മുടെ പാകിസ്ഥാനിൽ പെട്ടുപോയ അഭിനന്ദൻ വർദ്ധമാൻ, നമ്മുടെ വിങ് കമാൻഡർ, അദ്ദേഹത്തിൻ്റെ മീശയാണ് നമുക്ക് ഓർമ്മ വന്നത്. നമ്മൾ അദ്ദേഹത്തിനോട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഗ്യാലറിക്കുള്ളിലെത്തി കഴിയുമ്പോൾ അവിടെ നമ്മളെപ്പോലെ വന്നിരിക്കുന്ന ആളുകളും എല്ലാവരും വളരെ നമ്മുടെ രാജ്യസ്നേഹം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വികാരമായിട്ട് മാറുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ. ഉച്ചത്തിൽ രാഷ്ട്രഭക്തി ഗാനങ്ങൾ അവിടെ മൈക്കുകളിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ വന്നിരിക്കുന്ന ആളുകൾ വന്ദേ മാതരം, അതുപോലെ വളരെ ഭയങ്കരമായ ഒരു രാഷ്ട്രസ്നേഹം, നമുക്ക് ഉള്ളിൽ തട്ടിയ സ്നേഹം അവിടെ അനുഭവിക്കാൻ പറ്റും. അവിടെ വന്നിരിക്കുന്ന എല്ലാ രാജ്യസ്നേഹികളും വളരെ ആവേശഭരിതരായിട്ടാണ് അവിടെ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിരിക്കുന്നത്. പരേഡ് തുടങ്ങുന്ന സമയത്ത് അതിന് മുന്നേ ആയിട്ട് തന്നെ ഒരു ഓഫീസർ, അദ്ദേഹം നമ്മൾ ഈ പരേഡ് നടക്കുന്ന ഭാഗത്ത് രണ്ട് സൈഡിലുള്ള ഗ്യാലറിയുടെ മധ്യഭാഗത്തായിട്ട് പരേഡ് നടക്കുന്ന ഭാഗത്ത് നമ്മളെ ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ അദ്ദേഹം അവിടെ നിന്ന് നമുക്ക് ഓരോ ആജ്ഞകൾ, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ ആ ഒരു രീതിയിലൂടെ അദ്ദേഹം കമാൻഡ് ചെയ്ത് നമ്മളെ എത്തിക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന ഓരോ ചടങ്ങുകളും എന്താണ് എന്നുള്ളത് നമുക്കവിടെ അനൗൺസ്മെൻറ്റുകളുണ്ട്. വളരെ ഭംഗിയായിട്ടും, എനിക്ക് അത്രയും നമ്മുടെ ക്യാമറ കിട്ടുന്നില്ല, അത്രയും വീഡിയോ അടുത്തെടുക്കാൻ പറ്റിയില്ല, ഞാൻ കുറച്ച് അകലെയായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. ഓരോ വിഭാഗവും, നമ്മുടെ സൈന്യത്തിൻ്റെ ഓരോ വിഭാഗവും അവിടെ ചെയ്യുന്ന ചടങ്ങുകൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് പശ്ചാത്തലമായിട്ട് അവിടെ ഒരു സൗണ്ട് സിസ്റ്റത്തിൽ അവിടെ ലൈവായിട്ടുള്ള ഒരു മ്യൂസിക് ബാൻഡ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ അഭിമാനത്തോടെ നമ്മുടെ സൈന്യത്തിൻ്റെ ഈ ചടങ്ങുകൾ വീഴ്ചതിന് ശേഷം നമ്മൾ വീണ്ടും പുതിയ കാഴ്ചകളിലേക്ക് യാത്ര തിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.